ഭൂമിയിലെ ജീവന്റെയും സംസ്കാരങ്ങളുടെയും നിലനിൽപ്പിന് ആധാരമായ നദികൾ പലപ്പോഴും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളാണ്. എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര അതിർത്തികൾ പങ്കിടുന്ന നദികൾ ഭൗമരാഷ്ട്രീയ തർക്കങ്ങളുടെയും ഭൗമശാസ്ത്രപരമായ ആശങ്കകളുടെയും വലിയ യുദ്ധഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പുതിയതും ആശങ്കാജനകവുമായ ഒന്നാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ മെദോങ് ഡാം. അരുണാചൽ പ്രദേശ് അതിർത്തിയോട് ചേർന്ന് ചൈന ആരംഭിച്ച ഈ നിർമ്മാണം ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഉറക്കം കെടുത്തുന്നതാണ്. ഒരു വശത്ത് ജലസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും മറുവശത്ത് ഭീമാകാരമായ പ്രകൃതി ദുരന്ത സാധ്യതകളും ഈ പദ്ധതിയെ ലോകം കണ്ട ഏറ്റവും വലിയ ജലബോംബാക്കി മാറ്റുന്നു. ടിബറ്റിലെ മേദോങ് കൗണ്ടിയിൽ ബ്രഹ്മപുത്ര നദി കുത്തനെയുള്ള വളവെടുത്ത് അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന ഗ്രേറ്റ് ബെൻഡ് എന്ന തന്ത്രപ്രധാനമായ മേഖലയിലാണ് ചൈന ഈ മെഗാ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത്. കേവലം 50 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നദി ഏകദേശം 2000 മീറ്ററോളം താഴേക്ക് പതിക്കുന്ന ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ജലവൈദ്യുത സ്രോതസ്സുകളിൽ ഒന്നാണ്. 2025 ജൂലൈയിൽ ഔദ്യോഗികമായി നിർമ്മാണം ആരംഭിച്ച ഈ മെഗാ പ്രോജക്റ്റ് 2033 പൂർത്തിയാക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഏകദേശം 137 ബില്യൺ മുതൽ 167.8 ബില്യൺ ഡോളർ വരെ, അതായത് 1 ട്രില്യൺ യുവാൻ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. 5 ഘട്ടങ്ങളായുള്ള ഡാമുകളുടെ ശൃംഖലയിലൂടെ 60 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് കഴിയും. ഇത് ചൈനയിലെ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ 3 ജോർജസ് ഡാമിന്റെ 3 ഇരട്ടിയിലധികം ശേഷിയുള്ളതാണ്. പ്രതിവർഷം 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ചൈനയുടെ വർദ്ധിച്ചു വരുന്ന വ്യവസായ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ ബൃഹത്തായ പദ്ധതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന്റെ നിർമ്മാണ സ്ഥലത്തെ അതിശക്തമായ ഭൂകമ്പ സാധ്യതയാണ്. ചൈനീസ് സർക്കാരിന്റെ തന്നെ കീഴിലുള്ള ചൈന ജിയോളജിക്കൽ സർവേയുടെ പുതിയ പഠനങ്ങൾ ഈ മേഖലയിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. പ്രശസ്തമായ സെഡിമെന്ററി ജിയോളജി ആൻഡ് ടെത്തിയൻ ജിയോളജി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് അനുസരിച്ച് നിർദ്ദിഷ്ട ഡാമിന്റെ റിസർവോയർ പ്രദേശത്തിന് തൊട്ട് താഴെയായി അതിശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമായേക്കാവുന്ന പൈഷൻ ഫോൾട്ട് എന്ന ഭ്രംശരേഖ കടന്നുപോകുന്നുണ്ട്. ഹിമയുഗം മുതൽ സജീവമായ ഈ ഭ്രംശരേഖയിൽ ഏകദേശം 9500 വർഷങ്ങൾക്ക് മുൻപ് വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമശാസ്ത്രപരമായി ഇത് വളരെ ചെറിയ കാലയളവാണ്. കൂടാതെ 2017 ഈ മേഖലയിലുണ്ടായ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇവിടുത്തെ മലനിരകളെയും പാറക്കെട്ടുകളെയും വലിയ തോതിൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുർബലമായ പ്രദേശത്ത് ഡാം നിർമ്മിച്ച് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന കനത്ത മർദ്ദം കൃത്രിമ ഭൂകമ്പങ്ങൾക്ക് വഴിവെക്കുമെന്നും വൻതോതിലുള്ള ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും കാരണമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഭൂകമ്പത്തിൽ ഡാം തകരുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ താഴേക്ക് കുതിച്ചെത്തുന്ന ജലപ്രവാഹം ഇന്ത്യയിലെ അസമിലും അരുണാചലിലും ബംഗ്ലാദേശിലും സമാനതകളില്ലാത്ത പ്രളയ ദുരന്തം സൃഷ്ടിക്കും. ബ്രഹ്മപുത്രയുടെ ഭൂരിഭാഗം ജലവും ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും മഴയിൽ നിന്നും പോഷക നദികളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. എങ്കിലും വേനൽക്കാലത്തെ സുസ്ഥിരമായ ജലലഭ്യതയ്ക്ക് ടിബറ്റിൽ നിന്നുള്ള ഒഴുക്ക് അത്യന്താപേക്ഷിതമാണ്. ഡാം നിർമ്മിക്കുന്നതിലൂടെ നദീതടത്തിലെ ജലത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം ചൈനയുടെ കൈകളിലെത്തും. ഇത് വേനൽക്കാലത്ത് ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹം 85% വരെ കുറയ്ക്കാൻ ഇടയാക്കിയേക്കുമെന്ന് വിദഗ്ധർ ഭയപ്പെടുന്നു. തന്ത്രപ്രധാനമായ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജലത്തെ ഒരു തന്ത്രപ്രധാനമായ ആയുധമാക്കി ചൈന ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നദികളിലെ ജലവിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതിനുള്ള ഉഭയകക്ഷി കരാർ 2023 ജൂണിൽ കാലാവധി തീർന്നിട്ടും പുതുക്കാൻ ചൈന തയ്യാറായിട്ടില്ല. കൂടാതെ 2022 മുതൽ തന്നെ ഇത്തരം വിവരങ്ങൾ കൃത്യമായി പങ്കുവെക്കുന്നതിൽ നിന്ന് ചൈന പിൻവാങ്ങിയിരിക്കുകയാണ്. വിശ്വസനീയമായ തത്സമയ വിവരങ്ങളുടെ അഭാവം ഇന്ത്യക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങളെ മുൻകൂട്ടി കാണുന്നതിനും പ്രതിരോധിക്കുന്നതിനും വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ചൈനയുടെ ഈ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയും തന്ത്രപരമായ പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്താനും സംഭരിക്കാനും ഇന്ത്യ വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 11,000 മെഗാവാട്ട് ശേഷിയുള്ള സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ്. കൂടാതെ കമല, കളായി 2 തുടങ്ങിയ വൻകിട ജലവൈദ്യുത പദ്ധതികളിലായി ഇന്ത്യ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നദീജല നിയമങ്ങളനുസരിച്ച് ഒരു നദിയിലെ ജലം ആദ്യം പ്രയോജനപ്പെടുത്തുന്ന രാജ്യത്തിന് ആ നദിയിലെ അവകാശവാദങ്ങളിൽ മുൻഗണന ലഭിക്കും. ഇന്ത്യ സ്വന്തം ഭാഗത്ത് വൻകിട സംഭരണികൾ നിർമ്മിക്കുന്നതിലൂടെ ചൈന പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ ഉണ്ടാകുന്ന പ്രളയത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും വേനൽക്കാലത്തെ ജലക്ഷാമം നേരിടാനും സാധിക്കും. ഭൗമശാസ്ത്രപരമായി അതീവ അപകടം പിടിച്ച ഒരു മേഖലയിലാണ് ചൈന തങ്ങളുടെ ഈ ഭീമൻ പദ്ധതി സ്ഥാപിക്കുന്നത്. പ്രകൃതിയെയും ശാസ്ത്രീയ മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ചൈനയുടെ ഈ നടപടി ദക്ഷിണേഷ്യൻ മേഖലയിൽ വലിയൊരു ജനസമൂഹത്തിന്റെ സുരക്ഷയ്ക്കാണ് വെല്ലുവിളി ഉയർത്തുന്നത്. നദീജലം മനുഷ്യന്റെ അതിജീവനത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനുമുള്ള മാർഗമായിരിക്കണം, അല്ലാതെ തന്ത്രപരമായ ഭീഷണി ഉയർത്താനുള്ള ആയുധമാകരുത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുതാര്യമായ ചർച്ചകളും ശാസ്ത്രീയമായ സഹകരണവും മാത്രമേ ഈ ജലബോംബ് ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം നൽകുകയുള്ളൂ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.